അനുഭവങ്ങളിൽ ദൈവവചനം എത്രമാത്രം ആശ്വാസം നൽകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ ചില ഭാഗങ്ങൾ ചില സാഹചര്യങ്ങളിൽ കൂടുതൽ അർത്ഥവത്തായി തീരാറുണ്ട്. 91 സങ്കീർത്തനം ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, നാം മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ 91 സങ്കീർത്തനം വ്യക്തിപരമായും കുടുംബപരമായും സമൂഹമായും കൂടുതൽ അർത്ഥവത്തായി തീർന്നിട്ടുണ്ട്. 91 സങ്കീർത്തനം നമുക്ക് ഒന്ന് വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകുന്ന തിരുവചനത്തിനായി സ്തോത്രം. ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിൽ നിന്റെ വചനം ഞങ്ങൾക്ക് ആശ്വാസവും ശക്തിയും പകരുന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഈ സങ്കീർത്തനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്റെ കരം നീട്ടി അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തി അവരുടെ വേദനയിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ സംശയങ്ങളിൽ കർത്താവ് തന്നെ തുണയായിരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അലക്സ് എന്ന് പറയുന്ന ഒരു പിതാവ് തൻ്റെ പ്രിയ മകനെ 2ാം ലോകമഹായുദ്ധത്തിന് പറഞ്ഞയക്കുന്ന സമയത്ത് ഹൃദയത്തിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. കാരണം അനേക പടയാളികൾ മരിക്കുന്നു. എന്നാൽ തൻ്റെ മകൻ ജിമ്മിനെ പറഞ്ഞയക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കുവാൻ താൻ എഴുതി വച്ചിരുന്ന ഒരു സങ്കീർത്തനമുണ്ടായി, 91 സങ്കീർത്തനം. അതൊരു പേപ്പർ മുഴുവൻ എഴുതി അത് മടക്കി മകൻ്റെ കയ്യിൽ കൊടുത്തു. പോകുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു, മകനെ, ഈ വാഗ്ദത്തങ്ങൾ നിന്റെ ഈ യാത്രയിലും യുദ്ധമുന്നണിയിലും നിന്നെ ഉറപ്പിക്കട്ടെ. യുദ്ധങ്ങൾ കഴിഞ്ഞാൽ പ്രിയ മകൻ മടങ്ങി വരാനിടയായി ദൈവത്തിൻ്റെ കരുണയാൽ.
ഏകദേശം 20ഓളം പ്രാവശ്യം യുദ്ധവിമാനം പ്രത്യേക ദൗത്യത്തിൽ പറക്കേണ്ടതായി വന്നു. എങ്കിലും ആ മകൻ ഇപ്രകാരം പറഞ്ഞു, ഓരോ പ്രാവശ്യവും യുദ്ധമുന്നണിയിലേക്ക് പോകുമ്പോൾ പിതാവ് എഴുതി തന്ന ആ വാഗ്ദത്തങ്ങൾ എനിക്ക് ഉറപ്പായി. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സങ്കീർത്തനം എത്ര അർത്ഥവത്താണ്. സങ്കീർത്തനങ്ങളെല്ലാം തന്നെ മാധുര്യമുള്ളതാണ്. അതിന് കാരണമുണ്ട്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വർണ്ണിക്കുന്നതാണ് സങ്കീർത്തനം. ലിറിക്സ് ഓഫ് ലൈഫ് എന്നാണ് സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള ഗാനങ്ങൾ. ഈ സങ്കീർത്തനത്തിലോട്ട് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. ലോകം വേദനകളും കഷ്ടങ്ങളും നിറഞ്ഞതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു തമ്പുരാൻ തന്നെ ഇപ്രകാരം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചു. അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിൽ കണ്ട ഒരു ഭക്തൻ എഴുതിയ സങ്കീർത്തനമാണിത്. ഇതിലേക്ക് നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നേരിട്ട ചില കാര്യങ്ങൾ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അന്താളിപ്പിക്കുന്ന ചില സംഭവങ്ങൾ. അതിനെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് വേട്ടക്കാരൻ്റെ കെണി എന്നാണ്. വേട്ടക്കാർ പലപ്പോഴും പക്ഷികളെ പിടിക്കേണ്ടതിനായി അതിനുവേണ്ടി ചില വലകൾ ക്രമീകരിച്ചിരിക്കും. നേരിയ നൂലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് പറക്കുന്ന പക്ഷികൾക്ക് അത് കാണാൻ കഴിയും. പെട്ടെന്നാണ് ഇതിൻ്റെ ഉള്ളിലായി പോകുന്നത്. ഒരു കെണിയാണ്. ലോകത്തിലെ ചില വേദനകൾ ഇങ്ങനെയാണ്. പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ നാം ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത നിമിഷങ്ങളിൽ വന്ന് സംഭവിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് വന്ന് സംഭവിക്കുമ്പോൾ നാം അന്താളിച്ചു പോകുന്നു. ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില സംഭവങ്ങളൊക്കെ പുറകോട്ട് നോക്കുമ്പോൾ ഇത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് പറയാനായി കഴിയും. രണ്ടാമതായി സങ്കീർത്തനക്കാരൻ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ രാത്രിയിലെ ഭയത്തെ, രാത്രികൾ ഭയമുളവാക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇരുട്ടാകുമ്പോൾ തന്നെ അവർക്ക് ഭയമുണ്ടാകും. പ്രായമുള്ളവരിലും വ്യത്യാസമൊന്നുമില്ല. എന്നാൽ അക്ഷരീയമായ ഇരുട്ട് കൂടാതെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഇരുളുകളുണ്ട്. അർദ്ധരാത്രികൾ എന്ന് തന്നെ പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള യാത്രയുടെ അനുഭവങ്ങൾ നമുക്ക് വരുമ്പോൾ ആ അനുഭവങ്ങളിൽ നാം ഭയപ്പെട്ടു പോകാറുണ്ട്. നാം മനുഷ്യരാണല്ലോ. ഒരു മനുഷ്യൻ്റെ ഭാര്യ മരിച്ചു. അദ്ദേഹത്തിന് ഒരു മകളാണുള്ളത്, ചെറുമകളാണ്. ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞു, കുഞ്ഞിനെ ഞങ്ങളുടെ കൂടെ വിട്ടേരെ. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, അവൾ എൻ്റെ കൂടെ പോരട്ടെ. രാത്രിയിൽ അപ്പനും മകളും കൂടെ ഉറങ്ങാൻ പോയി. ഇരുളായപ്പോൾ അടുത്ത് കിടക്കുന്ന മകൾ അപ്പനോട് പറയുകയാണ്, ഡാഡി, എന്നെ നോക്കിയാണോ കിടക്കുന്നത്? ഇരുളിൽ എനിക്ക് നിന്റെ മുഖം കാണാൻ കഴിയുന്നില്ല. ഈസ് യുവർ ഫേസ് ടേൺ ടുവേർഡ്സ് മീ? അപ്പോൾ പ്രിയ പിതാവ് പറഞ്ഞു, അതേ മോളെ, നിനക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും
ഞാൻ നിന്നെ നോക്കിയാണ് കിടക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ പിതാവ് ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പറഞ്ഞു, പിതാവേ, നിന്റെ മുഖം എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണോ ഇപ്പോൾ? ഭാര്യയുടെ വേർപാടിലുള്ള ഇരുളിൻ്റെ നടുവിൽ ഞാനും ഭയപ്പെടുന്നു. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വേദനിക്കുന്ന സംഭവങ്ങളും ഉണ്ടാകും. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, രാത്രിയിലെ ഭയം മാത്രമല്ല, പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. അസ്ത്രങ്ങൾ എപ്പോഴും മുറിപ്പെടുത്തുകയാണല്ലോ. അക്ഷരികമായി സംഭവിക്കാം. ഒരുപക്ഷേ സങ്കീർത്തനക്കാരൻ അതായിരിക്കും ഉദ്ദേശിച്ചത്. എന്നാൽ നമ്മുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കുന്ന ആ സംഭവങ്ങളുണ്ടാകും. പലപ്പോഴും നമ്മെ മുറിവേൽപ്പിക്കുന്നത് മനുഷ്യരുടെ വാക്കുകളാണ്. വിമർശനങ്ങൾ, ചിലപ്പോൾ നമ്മെക്കുറിച്ച് പറയുന്ന അപവാദങ്ങൾ കുത്തി നോവിക്കും. വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. വേദപുസ്തകത്തിൽ അതിന് നല്ല ഉദാഹരണം ഇയ്യോബാണ്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, ധനം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അത് തന്നെ വേദനയാണ്. എന്നാൽ തനിക്ക് ആശ്വാസം പകരേണ്ടതിന് പകരം തൻ്റെ സ്നേഹിതന്മാർ തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ നിമിത്തമാണ് ഇത് സംഭവിച്ചത് എന്ന് അർത്ഥമാക്കിക്കൊണ്ട് വളരെ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചതായി നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അസ്ത്രങ്ങൾ എത്രമാത്രം വേദന ഉളവാക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ വന്ന് സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് നാം കാണും. അതുമാത്രമല്ല, സങ്കീർത്തനക്കാരൻ പറയുന്നു, മഹാമാരി, പെസ്റ്റിലൻസസ്, നശിപ്പിക്കുന്ന മഹാമാരി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, നാശകരമായ മഹാമാരി. 3-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വാക്ക് വളരെ അർത്ഥവത്താണ്. സാംക്രമിക രോഗങ്ങൾ ലോകരാഷ്ട്രങ്ങളെ, നേതാക്കന്മാരെ ഒക്കെ അന്ധാളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ള മഹാമാരികൾ. ഇത് നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്ധാളിപ്പുണ്ടാകും, യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഇവിടെ നാം വായിക്കുന്നു, ഉച്ചയ്ക്ക് നമ്മെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ. അതായത് ജീവിതത്തിന്റെ സാധ്യതകളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത്, നൂൺഡേ, മധ്യാഹ്നമാണല്ലോ, ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ പീക്ക് ടൈം, പെട്ടെന്ന് അത് കയ്യിൽ നിന്നങ്ങ് നഷ്ടപ്പെടുക. അങ്ങനെയുള്ള സംഭവങ്ങൾ എത്രയോ ആളുകളെ നിരാശയിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. സാധ്യതകളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, അപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതൊക്കെയും വന്ന് സംഭവിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ അനുഭവിക്കുന്നത് പോലെയുള്ള വേദന നമുക്കും വന്ന് സംഭവിക്കും. ശക്തിമത്തായ ശത്രുക്കളും നമുക്കുണ്ടാവും.
13-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ സിംഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അണലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബാലസിംഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പെരുമ്പാമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശക്തിമത്തായ ശത്രുത്വമാണ്. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സങ്കീർത്തനക്കാരൻ വേറൊരു ദിക്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ശുഭപ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ. അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിൽ അഭയം പ്രാപിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അന്ധാളിപ്പിക്കുന്ന സാഹചര്യവും വേദനിപ്പിക്കുന്ന സാഹചര്യവും നാശകരമായ സംഭവങ്ങളും ജീവിതത്തിൽ പെട്ടെന്ന് നഷ്ടപ്പെടുന്ന അനുഭവങ്ങളും ശക്തിമത്തായ ശത്രുക്കളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഉറയ്ക്കാൻ, നമുക്ക് പോകുവാൻ, ആശ്രയിപ്പാൻ ഒരു സ്ഥലമുണ്ട്. ഈ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ ശുഭപ്രതീക്ഷ നൽകത്തക്കവണ്ണം നമ്മോട് പറയുന്നു. ഒന്ന്, ഒരു നല്ല സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി, സഹായിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ദൈവികമായിട്ടുള്ളതാണ്. ഹെവൻലി റെഫ്യൂജ്, ഹെവൻലി ആർമി. മൂന്നാമതൊരു ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടു ഈസ് ഹെവൻലി സ്ട്രെങ്ത്. ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. ഒന്നാമതായി സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഒരു അഭയസ്ഥാനം. ഈ അഭയസ്ഥാനത്തിൻ്റെ ഉള്ളിൽ സഹായവും ശക്തീകരണവും എല്ലാം ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. സംഖ്യാപുസ്തകം 35-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനതയുടെ നടുവിൽ ആരെങ്കിലും കുറ്റം ചെയ്താൽ, കൊലപാതകം ചെയ്താൽ, അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചാൽ ഓടി വരാൻ തക്കവണ്ണം ഒരു അഭയസ്ഥാനം സങ്കേത നഗരം ഒരുക്കിയിട്ടുണ്ടായി. അവിടെ സങ്കേതം ആഗ്രഹിച്ച് വന്നു ചേരുമ്പോൾ വേഗത്തിൽ ആ വ്യക്തിയെ സ്വീകരിക്കും, പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ ആ പട്ടണത്തിൻ്റെ ഉള്ളിൽ പാർക്കുമ്പോൾ അവന് വേണ്ടുന്നതെല്ലാം ആ സങ്കേത നഗരത്തിൽ കരുതിയിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൽ കാണുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ചെറിയ ഒരു നിഴലാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെയുള്ളൊരു സങ്കേതത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഭയസ്ഥാനം. അതൊന്ന് നമുക്ക് മനസ്സിലാക്കാനായി നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഒരു ചിന്ത കടന്നു പോകാൻ താല്പര്യപ്പെടുന്നു. ഒരു കാൽനടക്കാരൻ ഊഷരഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്നു എന്ന് ചിന്തിക്കുക. പെട്ടെന്ന് ഒരു പേമാരി, അതുമാത്രമല്ല ഒരു കൊടുങ്കാറ്റ്, ഇടിമിന്നലുകൾ, ഇതെല്ലാം കൂടെ വരുമ്പോൾ യാത്രക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ അന്വേഷണമുണ്ട്. എനിക്ക് ഒളിക്കണം, എനിക്കൊരു അഭയസ്ഥാനം വേണം. ഇദ്ദേഹം ഒരു പാറക്കൂട്ടത്തെ കണ്ടു എന്ന് വിചാരിക്കുക. അവിടെ ഒരു ഗുഹ പോലെയോ ഒരു പിളർപ്പ് പോലെയോ കണ്ടു എന്നും വിചാരിക്കുക. അപ്പോൾ പേമാരിയുടെയും ഇടിമിന്നലുകളുടെയും കൊടുങ്കാറ്റിൻ്റെയും നടുവിൽ നിൽക്കുന്ന മനുഷ്യൻ ഓടുന്നു. അതിവേഗത്തിൽ ആ പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ ഒളിക്കുന്നു, അഭയം ചൊല്ലുന്നു. 91-ാം സങ്കീർത്തനം നശിപ്പിക്കുന്ന മഹാമാരി, വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ, അസ്ത്രങ്ങൾ, അന്ധാളിപ്പിക്കുന്ന സംഭവ വികാസങ്ങളും ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ നഷ്ടപ്പെടുന്നത് നിമിത്തമുള്ള നിരാശകളും ഒക്കെ വരുമ്പോൾ ഒരു സങ്കേതത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്, ഓടി അഭയം ചെല്ലുവാൻ. സങ്കീർത്തനക്കാരൻ അത് വർണ്ണിക്കുന്നു. അത്യുന്നതന്റെ മറവ്, സർവശക്തന്റെ നിഴല്.
ആ വാക്യത്തിലേക്കൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നല്ല അഭയസ്ഥാനം. യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: വ്യാജത്തെ ശരണമാക്കി ഭോഷ്കിലൊക്കെ ആശ്രയിക്കുന്ന ഒരു സമൂഹമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. ആ വാക്യം ഞാനൊന്ന് ഉദ്ധരിക്കട്ടെ. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ ഞങ്ങളോട് അടുത്തു വരികയില്ല. ആ ജനം പറയുകയാണ്, പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല. ചേർത്ത് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു. പ്രവാചകന് മറുപടി ഉണ്ട്. യെശയ്യാ 28:17 കന്മഴ വ്യാജ ശരണത്തെ നീക്കിക്കളയും, വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും. വെള്ളം പൊങ്ങും, കന്മഴ വരും. ശരണവും സങ്കേതവും യഥാർത്ഥമായിട്ടുള്ളതല്ലെങ്കിൽ അത് നീങ്ങിപ്പോകും. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയുള്ളൊരു സങ്കേതമല്ല, അത്യുന്നതന്റെ മറവ്, ഒരുക്കപ്പെട്ട ഒരു അഭയസ്ഥാനം, ഒളിക്കുവാൻ പറ്റിയ സ്ഥലം. ആ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. അത്യുന്നതൻ, സർവശക്തൻ. ഉന്നതനല്ല, അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ അവനേക്കാൾ വലിയവൻ ആരുമില്ല, അവനേക്കാൾ അധികാരമുള്ളവൻ ആരുമില്ല. എത്ര ശക്തമായ ഉറപ്പുള്ള സ്ഥലം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു സർവശക്തൻ. ശക്തൻ എന്ന് മാത്രമല്ല, സർവശക്തൻ, ഓൾ മൈറ്റി ഗോഡ്. അപ്പോൾ വിശ്വാസിക്ക് ജീവിതത്തിന്റെ അന്ധാളിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ പോകാൻ നല്ല ശരണം, ദ മോസ്റ്റ് ഹൈ ഗോഡ്, ദി ഓൾ മൈറ്റി ഗോഡ്. ആ ശരണം കോട്ട പോലെയാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ അവൻ എൻ്റെ സങ്കേതവും കോട്ടയും. പഴയ നിയമകാലത്ത് ശത്രുക്കൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ കോട്ടയ്ക്കുള്ളിൽ ഒളിക്കുന്നൊരു പ്രത്യേക അനുഭവം ഉണ്ടായിരുന്നു, പതിവുണ്ടായിരുന്നു. കോട്ടയ്ക്കുള്ളിലുള്ള ഭദ്രത. ദൈവം ഭദ്രത നൽകുന്നൊരു കോട്ട. ആ ദൈവത്തെക്കുറിച്ച് അവിടെ നിന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, യഹോവ എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. അങ്ങനെ ഒരു യഹോവയെ കുറിച്ചാണ് പറഞ്ഞത്. യഹോവ എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറ്റമില്ലാത്തവൻ എന്നാണ്. മോശ ദൈവത്തോട് തൻ്റെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. മാറ്റമില്ലാത്തവൻ, ആകുന്നവൻ, എന്നേക്കും ആകുന്നവൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ താഴോട്ടുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. അപ്പോൾ കോട്ട എന്ന് പറയുന്ന ദൈവം, വിശ്വസ്തനായ ദൈവം, മാറ്റമില്ലാത്തവനായ ദൈവം, നമ്മെ വഞ്ചിക്കുന്നവനല്ല, സൂക്ഷിക്കുന്നവൻ. വേറൊരു ഉപമ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നു. മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ആ ദൃശ്യം, റാഞ്ചൻ പരുന്ത് മുകളിൽ കൂടെ പറക്കുമ്പോൾ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിന്റെ കീഴിലേക്ക് ആക്കുന്ന അനുഭവം. ആ അഭയസ്ഥാനത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. എത്ര ആശ്വാസം നൽകുന്നതാണ്. കോട്ട നമുക്ക് ഭദ്രത നൽകുന്നു, സേഫാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ഒളിപ്പിടം വളരെ മനോഹരമാണ്. എന്നാൽ തൻ്റെ ചിറക് കൊണ്ട് മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ആശ്വാസം നൽകും. കുഞ്ഞുങ്ങളെ മറച്ചു കഴിയുമ്പോൾ അതിനൊരു കുഞ്ഞു പോലും പുറത്തു കാണാൻ കഴിയത്തില്ല. എല്ലാറ്റിനെയും ആ ചിറകിന്റെ കീഴിലേക്ക് ഒതുക്കുകയാണ്. 2, ചിറകിന്റെ കീഴിലായാൽ റാഞ്ചൻ പരുന്തിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. 3,
ആ കുഞ്ഞുങ്ങൾ അവിടെ അസ്വസ്ഥരല്ല. ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇട്ട് അടച്ചിരുന്നതിലും ഭദ്രത കൊടുക്കാമായിരുന്നു, പക്ഷെ അവർ അസ്വസ്ഥരായിരിക്കും. എന്നാൽ ചിറകിൻ്റെ കീഴിലുള്ള ആ ഭദ്രത എന്ന് പറയുന്നത് സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും നൽകുന്ന സ്ഥലം. കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം, തള്ളയുടെ ചിറകിൻ്റെ കീഴിലാണ്. സഹോദരങ്ങളെ, അനർത്ഥങ്ങളുടെയൊക്കെ നടുവിൽ നമുക്കൊരു സങ്കേതം, അത്യുന്നതൻ സർവശക്തൻ യഹോവയായ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്നൊരു കോട്ട, അവൻ്റെ വിസ്താരമേറിയ ചിറക്, നമ്മെ സൂക്ഷിക്കുന്നവനായ നല്ല ദൈവം. യെശയ്യാ പ്രവാചകൻ ദൈവമാകുന്ന സങ്കേതത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. 25-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്ക്: ഭയങ്കരന്മാരുടെ ചീറ്റ് മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും സങ്കേതം, ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കും. എത്ര മനോഹരം! എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും മതിയായവനുമായ ഒരു ദൈവം. എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു, വിപത്തുകളുടെയൊക്കെ നടുവിൽ എനിക്കൊരു സങ്കേതമുണ്ടെന്ന് മാത്രമല്ല, സ്വർഗീയമായ സങ്കേതം തരുന്നതിനോടൊപ്പം സ്വർഗീയമായ ഒരു സൈന്യം, ഒരു സഹായം എനിക്ക് വേണ്ടി ഈ സങ്കീർത്തനത്തിൽ കൂടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടത്. 11-ാമത്തെ വാക്യമാണ്. അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. തൻ്റെ ദൂതന്മാർ. ദൈവം എനിക്കൊരു സങ്കേതമായി ഭദ്രതയായി ഉണ്ടെന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന്, എനിക്ക് സഹായമായി ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് സഹായമായി ഒരുക്കിയിരിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദൂതന്മാരെ കുറിച്ച് ലേഖകൻ പറയുകയാണ്: അവരൊക്കെയും, അതായത് ദൂതന്മാരൊക്കെയും, രക്ഷ പ്രാപിപ്പാൻ ഉള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കുന്ന സേവകാത്മാക്കൾ അല്ലയോ? ശുശ്രൂഷകന്മാർ. എന്തൊരു ഭാഗ്യ പദവിയാണ്! ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്ന് നമുക്ക്, താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട നമുക്ക്, ദൈവം നമ്മുടെ ശുശ്രൂഷയ്ക്കായി തൻ്റെ ദൂതന്മാർ. ആ വാക്ക് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് തൻ്റെ ഹിസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ടം, തൻ്റെ പദ്ധതി, തൻ്റെ ആഗ്രഹം, തൻ്റെ ജനം, അവരുടെ സൂക്ഷിപ്പിനും കാവലിനുമായി ദൂതന്മാർ. 2 ദൂതന്മാർ വിശുദ്ധ ദൂതന്മാരെന്നാണ്. അവരിൽ ദോഷമൊന്നുമില്ലല്ലോ. അതിൻ്റെ അർത്ഥം അവരിൽ നിന്നൊരു ദോഷവും സംഭവിക്കത്തില്ല. എൻ്റെ നന്മ മാത്രം, നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന സേവകാത്മാക്കൾ. എത്ര സന്തോഷം! അപ്പോൾ നമുക്ക് മുമ്പായി ദൈവം ചിലപ്പോൾ ദൂതന്മാരെ അയക്കും, നമുക്ക് പിൻപേ അയക്കും, നമ്മോട് കൂടെ അയക്കും. ഈ നശ്വര ലോകത്തിൽ ദൈവമാകുന്ന സങ്കേതം മാത്രമല്ല, നമ്മെ സഹായിക്കുന്ന ദൂതന്മാർ. അവർക്ക് ശക്തിയുണ്ടോ? 103-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യത്തിൽ അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ എന്നാണ് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വീരന്മാർ. ദൈവം ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹിസ്കിയാവെന്ന് പറയുന്ന ഭക്തനായ രാജാവിന് അശൂർ രാജാവ് ആക്രമിച്ച് ഭീതിയുടെ നിഴലിലിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, ദൈവമേ, നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു സങ്കേതമില്ല. ദൈവം അവനോട് പറഞ്ഞു, നീ യുദ്ധം ചെയ്യണ്ട, യുദ്ധം എനിക്കുള്ള.
അന്ന് രാത്രി നാം ആ വേദഭാഗം വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ 19:35 ഒരു ദൂതൻ 1,85,000 ശത്രു സൈന്യത്തെ നശിപ്പിച്ചു. അപ്പോൾ നമുക്ക് കാവലായി ദൂതന്മാരുണ്ട്, സഹായമായി ദൂതന്മാരുണ്ട്. എത്ര സന്തോഷം! ആശ്വാസം പകരാനും അവരുണ്ട്. ഏലിയാവ് നിരാശനായി ചുരച്ചെടിയുടെ കീഴിൽ കിടക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ അയക്കുന്നു, ചൂടടയുമായി, ഒരു തുരുത്തി വെള്ളവുമായി. അതവിടെ കൊണ്ടുവച്ചേച്ച് പോവുകയല്ല. നിരാശനായ ഏലിയാവിനെ തട്ടി ഉണർത്തി, അവനെ കൊണ്ട് ഭക്ഷിപ്പിച്ച്, അവനെ യാത്ര അയക്കുന്ന ഒരു ദൂതൻ. വിശ്വാസി അനർത്ഥങ്ങളും ആപത്തുകളും രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉള്ള ലോകത്തിൽ സങ്കേതമായി ദൈവം ഉണ്ടെന്ന് മാത്രമല്ല, നമ്മെ സഹായിക്കാൻ തക്ക സ്ഥലത്ത് തക്ക സമയത്ത് നമ്മോടുകൂടെ ഇരിക്കുന്ന തൻ്റെ ദൂതന്മാർ. റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം വിത്ത് ദ റൈറ്റ് മെസ്സേജ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ദാനിയേല് ഉദ്ധരിക്കുന്നതായി കാണുന്നു. രാജാവ് ഒരു പ്രത്യേക വിദ്വാൻമാരുടെയൊക്കെ ഒരു പ്രത്യേക കെണിയിൽ വീണ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടേണ്ടതായി വന്നു. ചരിത്രമൊക്കെ നമുക്കറിയാം. രാത്രിയിൽ രാജാവ് ഉറങ്ങിയില്ല. കാരണം ദാനിയേലിനോട് തനിക്ക് പ്രിയമായിരുന്നു. അധികാലത്ത് എഴുന്നേറ്റ് സിംഹക്കുഴിയുടെ വാതിലിൽ വന്ന് വിളിച്ചു ചോദിച്ചു, ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ. മറുപടി അകത്തു നിന്ന് പുറത്തേക്ക് വന്നു, രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടത് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവിടെ വായി അടച്ചു കളഞ്ഞു. ഞാൻ ഭാവനയിൽ ചിന്തിക്കുകയായിരുന്നു, രാത്രി മുഴുവനും സിംഹങ്ങളുടെ വായെ അടച്ചു പിടിച്ച ദൂതന്മാർ. ഭക്തന്മാർക്ക് ഭൂമിയിൽ സിംഹക്കുഴികൾ ഉണ്ടാകാം. അതിൻ്റെ നടുവിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് ഭദ്രത കൊടുക്കാൻ മതിയായവനാണ്. അപ്പോൾ ദൈവികമായിട്ടുള്ള ഒരു കോട്ട, ഒരു അഭയസ്ഥാനം, ഒരു സങ്കേതം, അതുമാത്രമല്ല ദൈവികമായ ശുശ്രൂഷക്കാർ നമ്മുടെ ജീവിത വഴി യാത്രയിൽ നമ്മെ സഹായിക്കുന്നു. മൂന്നാമത് ദൈവികമായിട്ടുള്ള ശക്തി. 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും അണലിയുടെ കയ്യിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ കഴിയുന്നൊരു ദൈവമാണ്. എന്നാൽ ദൈവം തമ്പുരാൻ ചിലപ്പോൾ തൻ്റെ ഭക്തന്മാരെ പൊതിഞ്ഞു സൂക്ഷിക്കുകയല്ല, ഈ ശക്തിമത്തായ ശത്രുക്കളെ നേരിടാൻ അവർക്ക് ശക്തി നൽകി അവരുടെ മേൽ ജയം ഘോഷിക്കാൻ പ്രസന്നായ പൗലോസിന്റെ ഭാഷ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, വേദനകൾ നിറഞ്ഞ ലോകത്തിൽ അഭയസ്ഥാനമായ ഒരു ദൈവം, അത് മാത്രമല്ല സഹായിക്കുന്ന ഒരു കൂട്ടം, ശക്തീകരിക്കുന്ന ഒരു ദൈവം. എന്നാൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇതാർക്കാണ് എന്നൊന്ന് ഒന്ന് ചിന്തിച്ചു പോകും. ഈ സങ്കീർത്തനം
നാം വായിച്ചു വരുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും. യേശു കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യമാണ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത്. 12-ാമത്തെ വാക്യം, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത്. അപ്പോൾ ഈ സങ്കീർത്തനം പൈശാചികനും മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവമല്ല, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സങ്കീർത്തനം വായിച്ചതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടോ ധ്യാനിച്ചത് കൊണ്ടോ ആയില്ല. ഈ സങ്കീർത്തനം അനുഭവമാകണം. ഇതാർക്കാണ് അനുഭവമായി തീർന്നത്? 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർ. വാക്ക് ശ്രദ്ധിക്കണേ, വസിക്കുക. ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്നവർക്കുള്ളതല്ല. ദൈവവുമായുള്ള ബന്ധം അങ്ങനെ പാലിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സന്ദർശനം, അതല്ല. അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുന്നു. അബൈഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം, ഉറ്റ ബന്ധം ഈ ഭക്തനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് ലഭിക്കുന്ന സങ്കേതവും ശുശ്രൂഷയും ശക്തിയും ദൈവത്തോട് ആ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ദൈവവേദനാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. 14 മുതലുള്ള വാക്യത്തിൽ ഈ വസിക്കുന്നവരുടെ ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭക്തനെ അവൻ എന്ന് ചിത്രീകരിച്ചിട്ട് പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ. അപ്പോൾ ഈ ഭക്തന്റെ പ്രത്യേക സ്വഭാവം ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം. അത് അല്പം കൂടെ ശക്തിയുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പറ്റിയിരിക്കുന്ന അനുഭവം. പഴയ നിയമത്തിൽ ഒരു ഭക്തനെ കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. കാലേബ് എന്നൊരു ഭക്തനാണ്. മിസ്രൈമിൽ നിന്ന് ഒരു വലിയ പുരുഷാരം പുറപ്പെട്ടെങ്കിലും 20 വയസ്സിന് മുകളിലോട്ടുള്ള 2 പേർ മാത്രമേ അക്കരെ വന്നുള്ളൂ. കനാനിൽ പ്രവേശിച്ചു, യോശുവയും കാലേബും. കാലേബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സംഖ്യ 14-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ അവന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട്. യോശുവയുടെ പുസ്തകം 14:8 കാലേബ് തന്നെ ആ സ്വഭാവത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട്, എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി ഞാൻ പറ്റി നിന്നു. അതിൻ്റെ തെളിവ് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്യുന്നതന്റെ മറവിലുള്ള ഭദ്രതയും ഈ സന്തോഷവും ദൈവ ദൂതന്മാരുടെ ശുശ്രൂഷയും പോരാട്ടങ്ങളിൽ ജയം വരിക്കാനുള്ള ദൈവശക്തിയും ലഭിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തെ അറിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്, എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന, പറ്റിയിരിക്കുന്ന. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ദൈവത്തോട് പറ്റി നിന്നൊരു ഭക്തനായിരുന്നു അദ്ദേഹം. An intimate relationship with God. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട് എന്ന്, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയുണ്ടെന്ന് ശോധന ചെയ്യണം. പറ്റി നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മെ മാറ്റുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള അനുസരണക്കേടുകളാണ്. പൂർണ്ണമായി അനുസരിക്കുമ്പോഴുള്ള ആ ബന്ധം, ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മെ മറയ്ക്കുന്ന ഒരു പൊട്ടുപോലുമില്ലാത്ത അനുഭവം. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാർമേഘ പടലം പോലും ഇല്ലാത്ത അനുഭവം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന്റെ പ്രത്യേകതയാണ്. 14-ാമത്തെ വാക്യം. 14-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, അവൻ എൻ്റെ നാമത്തെ അറിയുകയാണ്. അപ്പോൾ ഈ ഭക്തനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തെ അറിയാനുള്ള വാഞ്ച, പാഷനറ്റ് ടു നോ ഗോഡ്. ഈ ഒരു ഭക്തന്റെ ഒരു ലക്ഷണമാണ്.
അനേകർക്കും പലതും അറിയാനുള്ള പാഷനുണ്ട്, താല്പര്യം, തീക്ഷ്ണത. എന്നാൽ ഈ ഭക്തന് അവൻ്റെ നാമത്തെ അറിയാൻ. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എഴുതിയപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ, അവനെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എനിക്ക് അനുഭവിച്ചറിയണം. എത്രയോ വർഷങ്ങൾ വിശ്വാസ ജീവിതം നയിക്കുന്ന ധീരനായ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ലയോ? അറിഞ്ഞിട്ടുണ്ട്. മോശ പറഞ്ഞതുപോലെ, ദൈവമേ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. കയ്യിൽ കൽപ്പനയൊക്കെ ഉണ്ടെങ്കിലും മതിയാകുന്നില്ല. ഐ വോണ്ട് ടു നോ യു. ദൈവത്തെ അറിയുന്ന മനുഷ്യൻ. 3-മതൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. പ്രാർത്ഥന മൂലം ദൈവത്തോടുള്ള ഒരു സംസർഗം പാലിക്കുന്ന മനുഷ്യൻ, കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ഈ അത്യുന്നതന്റെ മറവും സർവശക്തന്റെ നിഴലും സങ്കേതവും കോട്ടയുമായ യഹോവയെന്നും ഒക്കെ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അനുഭവം ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന ഒരനുഭവം പതിവ് പോലെ പ്രാർത്ഥിക്കുന്നു എന്നല്ല, കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. 27-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഒരു കാര്യം അപേക്ഷിക്കും, അത് തന്നെ ഞാൻ ആഗ്രഹിക്കും, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത്. ഇങ്ങനെയുള്ള ജീവിതത്തിന് ചില അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. ഒന്ന്, വിടുതൽ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. വിടുതൽ. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ വിടുതൽ ദൈവത്തിൻ്റെ പക്കലുണ്ട്. തമ്പുരാൻ ഒരു ഡെലിവററാണ്. പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ വിടുവിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ഏതെല്ലാം മേഖലയിലായാലും വിടുതൽ നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്, ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് ഉത്തരമരുളും. തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന അനുഭവം, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ഒരു അനുഭവം. 3-മത് പറഞ്ഞിരിക്കുന്നു, ഞാൻ അവനെ മഹത്വപ്പെടുത്തും. വിടുവിക്ക് മാത്രമല്ല, 15-ാം വാക്യം, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. മനുഷ്യരായ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിൽ ഉയർത്തപ്പെടണം, മറ്റുള്ളവർ ശ്രദ്ധിക്കണം. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കരുത്. അത് ചെയ്യാൻ ശ്രമിച്ചാൽ താഴ്ത്തപ്പെടും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ അവനെ വിടുവിച്ച് ഞാൻ അവനെ മഹത്വീകരിക്കും. അപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഭക്തന്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഈ സങ്കേതത്തിൽ അഭയം ചൊല്ലിയിരിക്കുന്ന ഭക്തന് ദൈവം കൊടുക്കുന്നൊരു വാഗ്ദത്തമാണ്, ഞാൻ അവനെ വിടുവിച്ച് അവനെ മഹത്വപ്പെടുത്തും. അത് മാത്രമല്ല, ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തും. ഞാനതിനെ ഒന്ന് പാരഫ്രൈസ് ചെയ്ത് പറയുന്നത് പ്രയോജനകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിറഞ്ഞ ഒരു ജീവിതം കൊണ്ട്, നിറമുള്ളൊരു ജീവിതം കൊണ്ട് ദൈവം ഈ ഭക്തന് തൃപ്തി തരും. ജീവിക്കാൻ കഴിയും, നിറഞ്ഞ് ജീവിക്കാൻ കഴിയും, ജീവിക്കാൻ കഴിയും, സമൃദ്ധിയായ ജീവനോടെ ജീവിക്കാൻ കഴിയും. കർത്താവ് വാഗ്ദത്തം ചെയ്യുക, ഗോഡ് വിൽ ഗിവ് യു എ ഫുൾഫില്ലിംഗ് ലൈഫ്. ആ ഫുൾഫിൽഡ് ഫീലിംഗ് ദൈവം നമുക്ക് തരും. ആയുസ് എത്ര എന്നുള്ളതല്ല, നിറഞ്ഞൊരനുഭവം. അതുകൊണ്ടായിരിക്കും 23-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു, ഓവർഫ്ലോയിങ്. എന്നെ സന്തോഷിപ്പിച്ചത് ഏറ്റവും അവസാനത്തെ വാചകമാണ്. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. സങ്കേതമാകുന്ന ദൈവത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണ് രക്ഷ, ആത്മരക്ഷ. ഈ ലോകത്തിലെ പെസ്റ്റിലൻസിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് വിടുതൽ വേണം, അത് ശരിയാണ്. എന്നാൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പാപത്തിൻ്റെ അനുഭവത്തിൽ
ജീവിക്കുന്ന മനുഷ്യന് ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ. പാപത്തിൻ്റെ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പാപത്തിൻ്റെ മേൽ ജയം അനുഭവിക്കുന്ന അനുഭവം. അതുമാത്രമല്ല, ഇതിൽ നിന്നെല്ലാം വേർപെട്ട് ഈ വലിയ ദൈവത്തോട് ചേർന്ന് പാപാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വിടുവിക്കപ്പെടുന്ന, രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണല്ലോ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു. പൂർണ്ണരക്ഷ. അത്യുന്നതന്റെ മറവിൽ പാർക്കുന്ന ഭക്തന് ഒരു കാര്യം ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. അവൻ്റെ രക്ഷയെ നമുക്ക് കാണിച്ചു തരും. ആ വാക്ക് ശ്രദ്ധിക്കണേ. എൻ്റെ രക്ഷയെ. ലോകം ഒരുക്കിയിട്ടുള്ള അനേക രക്ഷാമാർഗങ്ങളുണ്ട്, അതൊന്നും പൂർണ്ണതയുള്ളതല്ല. എൻ്റെ രക്ഷയെ, നിത്യജീവന്റെ അനുഭവത്തെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇതിന് ഉദാഹരണം വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ക്രൂശീകരണ ദൃശ്യം ഒന്ന് നോക്കിയാൽ മതി. 3 ക്രൂശുകൾ, നടുവിൽ ദൈവത്തിൻ്റെ പുത്രൻ പാപപരിഹാരമായി നമുക്ക് വേണ്ടി മരിക്കുന്നു, രക്തം നമുക്ക് വേണ്ടി ദാനമായി നൽകുന്നു. അതിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ, 2 ദുഷ്പ്രവർത്തിക്കാരുണ്ടല്ലോ, അതിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സംഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയദൃഷ്ടി എങ്ങനെയോ പ്രകാശിച്ചു. അവൻ മറ്റേ ദുഷ്പ്രവർത്തിക്കാരനോട് പറഞ്ഞു, നാം ചെയ്ത പ്രവൃത്തിക്ക് പ്രതിഫലം വാങ്ങും. അവനും അങ്ങനല്ല. അതിനുശേഷം യേശു കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണേ. പാപത്തിന്റെ കൊടുങ്കാറ്റിൽ, ശിക്ഷാവിധിയുടെ കൊടുങ്കാറ്റിൽ ഓടുന്ന ഈ മനുഷ്യൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സങ്കേതത്തിലേക്ക് നോക്കി പറയുകയാണ്, എന്നെ ഒന്ന് ഒളിപ്പിക്കണേ ദൈവമേ. യേശു കർത്താവ് അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. നിത്യത ഉറപ്പായി. തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, ആശ്രയിക്കുന്ന ദൈവം. വേട്ടക്കാരൻ്റെ കെണിയുണ്ട്, നാശകരമായ മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ എനിക്ക് ഒളിക്കാനൊരു സങ്കേതമുണ്ട്. ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ, പ്രശ്നങ്ങളിൽ, ദുഃഖങ്ങളിൽ പോകാനൊരു സ്ഥലമുണ്ട്. ആശ്വാസം തരുന്നൊരു ചിറകുണ്ട്. കൊടുങ്കാറ്റ് കഴിഞ്ഞു പോകുന്ന സമയം വരെയും എന്നെ മറച്ചു വെക്കുന്ന, എന്നെ സൂക്ഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിറകുണ്ട്. അതുമാത്രമല്ല, എന്നെ സഹായിക്കുന്ന ദൂതന്മാരുണ്ട്. എൻ്റെ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സിംഹത്തിൻ്റെ മേൽ ചവിട്ടി അതിൻ്റെ മേൽ വിജയം വരിക്കുവാൻ, അണലിമേൽ ചവിട്ടി അതിൻ്റെ മേൽ വിജയം വരിക്കുവാൻ എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ വിടുവിക്കുകയും എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരികയും എന്നെ മഹത്വപ്പെടുത്തുകയും നിത്യരക്ഷ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം, 91-ാം സങ്കീർത്തനത്തിലെ ദൈവം. ഇന്ന് സന്ധ്യയ്ക്ക് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, വചനം ശുശ്രൂഷിക്കുന്ന എനിക്ക് ഈ അത്യുന്നതനെ കണ്ടെത്താൻ, ഈ സർവശക്തനിൽ അഭയം ചൊല്ലാൻ, മാറ്റമില്ലാത്ത യഹോവയെ എൻ്റെ സങ്കേതമാക്കാൻ ഭാഗ്യം ലഭിച്ചു. ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, സഹോദര സഹോദരി, ഈ ദൈവം എളിയവരായ നമുക്കൊരു ദുർഗമാണ്.
നമ്മുടെ കഷ്ടങ്ങളിൽ അവനൊരു കോട്ടയാണ്. ഏറിയ ഉഷ്ണത്തിൻ്റെ നാടുകൾ ആശ്വാസം നൽകുന്ന തണലാണ്. വിടുവിക്കും സഹോദര, ഉയർത്തും സഹോദര, മഹത്വപ്പെടുത്തും സഹോദര, അവൻ രക്ഷിക്കും സഹോദര. അവൻ ദൈവമാണ്. ആ ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.